ഹലോ, അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ അടുത്തൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. പോവാ എവിടേക്കാന്നല്ലേ, ഞങ്ങളൊരു കുഞ്ഞു യാത്ര പോവുകയാണ് കേട്ടോ. ഞാനും പൊന്നൂസുമ്പാടെ പോവാന്നാണ് തീരുമാനിച്ച്. അപ്പോഴേക്കും ഇക്ക ഹോട്ടലിലാവെന്ന് പറഞ്ഞ് ഞാനുണ്ടെന്ന് പറഞ്ഞു. എവിടെ പോയാലും എൻ്റെ പൊന്നൂസിൻ്റെ പണി, വണ്ടി നിർത്തി ആ കല്ല് വെക്കണ പണി പൊന്നൂസിൻ്റെയാണ് കേട്ടോ. വണ്ടി ഇറങ്ങിപ്പോകുമെന്ന് പറഞ്ഞ് അങ്ങനെ അവരിതാ രണ്ടാളും കൂടി നല്ല സന്തോഷത്തിലാണ് കേട്ടോ പൊന്നൂസ്. കാരണം ഞങ്ങൾ ബസ്സിലാണ് പോകുന്നത്. അധികം നമ്മൾ ദൂരേക്ക് പോകുമ്പോഴല്ലേ ബസ്സിൽ പോവാറുള്ളൂ. പിന്നെ ഇങ്ങനെ അടുത്തൊക്കെ ഓട്ടോയിൽ മാത്രമല്ല പോകുന്നു. അങ്ങനെ അത് അവള് വിശക്കണെന്ന് പറഞ്ഞു. അപ്പോൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഒരു 11:30 ആകുമ്പോഴാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ ഇറങ്ങി. പെട്ടെന്ന് എടുത്ത തീരുമാനമായിരുന്നു. അപ്പോൾ അവൾക്കൊരു ജ്യൂസും സമൂസയും വാങ്ങിച്ചു കൊടുത്ത് ഞാനും ഒന്ന് കഴിച്ചിട്ട് എനിക്ക് വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറി. എങ്ങോട്ടാണെന്നല്ല, ഞങ്ങൾ പൊള്ളാച്ചിയിലോട്ട് പോകുന്നു കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോവാറുള്ള പള്ളിയിലല്ലേ, എൻ്റെ വീഡിയോസ് എല്ലാം കണ്ടവർക്ക് അറിയാം, ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ എന്താണെന്നറിയില്ല, പെട്ടെന്ന് എനിക്ക് പോകണം തോന്നി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇക്കാനോട് വിളിച്ചു പറഞ്ഞു ഞാൻ പൊന്നൂസുമായിട്ട് ഞാൻ പോവാണ്, ബസ്സിലാണ് പോകുന്നത് പറഞ്ഞു. അപ്പോൾ ഇക്ക പറഞ്ഞു ഓട്ടല്ല, എന്നാൽ പിന്നെ ഞാനുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ യാത്ര പോയി. ഫൈമോന് ഇല്ല കേട്ടോ, ഫൈമോൻ വന്നിട്ടില്ല, വിരുന്ന് പോയിട്ട്. കുറച്ചങ്ങോട്ട് കയറിയതും അവർ രണ്ടാളും നല്ല ഉറക്കം. ഞാൻ നോക്കുത്തിയായിട്ടിരിക്കുക, അപ്പുറത്തൊരാൾ ഉറങ്ങുന്നു, ഇപ്പുറത്തൊരാൾ ഉറങ്ങുന്നു. അങ്ങനെ ഞങ്ങളിതാ അവിടെ എത്തി, ബസ് ഇറങ്ങി നടന്ന് പോകുകയാണ് കേട്ടോ. കുറച്ചങ്ങോട്ട് നടക്കാനുണ്ട് ബസ് ഇറങ്ങിയിട്ട്. അപ്പോൾ പൊന്നൂസ് വാമ്മ വെയിലഹോ നല്ല ചൂടായിരുന്നു കേട്ടോ. കാരണം ഞങ്ങൾ പോയത് തന്നെ ഉച്ച സമയത്തല്ല, നല്ല ചൂടായിരുന്നു. പൊന്നൂസ് ഫ്രിഡ്ജിൽ വെച്ച വെള്ളം ബാഗിലെടുത്തിട്ടതാണ്. അപ്പോൾ അത് അവിടെ എത്തുമ്പോഴേക്കും കുടിക്കാൻ പാകത്തിൽ തണുപ്പായി. അങ്ങനെ ഞങ്ങളിതാ പള്ളിയിലോട്ട് നടന്ന് പോവുകയാണ്. അങ്ങനെ ഇതാ പള്ളി എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ കുറച്ച് നേരം ഇവിടെ ഇരിക്കമ്മ എന്ന് പറഞ്ഞു. പക്ഷെ അപ്പോഴേക്കും ഫുഡ് കഴിക്കാത്തത് കൊണ്ട് അവൾക്ക് വിശക്കുമെന്ന് പറഞ്ഞാൽ അതൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. എന്നാലും കുറച്ച് നേരം ഇരുന്നിട്ട് പോവാന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ പള്ളിയിലൊക്കെ കയറി പ്രാർത്ഥിച്ച് ദുആ ചെയ്ത് എല്ലാം കഴിഞ്ഞ് അങ്ങനെ കുറച്ച് നേരം പള്ളി പരിസരത്തൊക്കെ ഇരുന്നു. പിന്നെ അവൾ പുഴ കാണണം പറഞ്ഞിട്ട് അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞു. പക്ഷെ അവിടേക്ക് ഇറങ്ങിയില്ല, കാരണം നല്ല ഉച്ച വെയിൽ സമയമായിരുന്നു. പിന്നെ ഒരുപാട് ആൾക്കാർ കുളിക്കലും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ അങ്ങനെ പോയി അവിടെ പോയി വെറുതെ നിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് മുകളിൽ, പാലത്തിൻ്റെ മുകളിൽ നിന്നിട്ട് അവൾക്ക് കുറച്ചങ്ങനെ കാണിച്ചു കൊടുത്തു. രണ്ടാൾ കഥ പറയുന്നിടത്തെ. അങ്ങനെ ഞങ്ങളിതാ ഒരു പൊള്ളാച്ചി ബസ് കിട്ടി, ആ ബസ്സിൽ കയറി. ഇനി നേരെ പൊള്ളാച്ചി ടൗണിലോട്ടാണ് പോകുന്നത്. നമ്മളെ പള്ളിയുടെ പരിസരത്ത് ഫുഡ് കഴിക്കാൻ പറ്റിയ കടയൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ എന്തായാലും പൊള്ളാച്ചി ടൗണിൽ പോയിട്ട് കഴിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങളൊരു പ്രൈവറ്റ് ബസ്സിലാണ് കയറിയത്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു എന്താ വെച്ചാൽ പ്രൈവറ്റ് ബസ്സിൽ നമ്മളോട് പൈസ വാങ്ങിച്ച്, KSRTC ആകുമ്പോൾ എനിക്ക് പൊന്നൂസിനും പൈസ ഇല്ല, പെൺകുട്ടികൾക്ക് അവിടെ പൈസ ഇല്ലല്ലോ. അങ്ങനെ ഇതാ ഞങ്ങൾ പൊള്ളാച്ചി ടൗണിൽ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ടൈം കഴിഞ്ഞ് എന്ത് ഫുഡ് കിട്ടും എന്നൊന്നും അറിയില്ല. എനിക്ക് അപ്പോഴേ പറയുന്നുണ്ട് തൈര് സാധമൊക്കെ കിട്ടുള്ളൂ, അതൊക്കെ പറ്റുമെന്ന്. പോലീസ് പറയും എനിക്കതൊന്നും പറ്റില്ല, എനിക്ക് ബിരിയാണി വേണം. വെളിയിൽ പോയ ആൾക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് വേണം കേട്ടോ. ബിരിയാണി അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് ബിരിയാണി വേണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതൊന്നും ഇവിടെ കിട്ടില്ല എന്ന് പറഞ്ഞ് അങ്ങനെ അവർ വർത്താനം പറഞ്ഞുകൊണ്ടേ ബസ്സിൽ ഇറങ്ങണം. അങ്ങനെ ബസ്സിലിറങ്ങി ഞങ്ങൾ ഇതാ സ്റ്റാൻഡിൽ നടക്കുന്ന ഒരു കട തപ്പിയിട്ടിട്ടോ. ഫുഡ് കഴിക്കാണ്ട് പോയി. ആ ടൈമിലും ആയതുകൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു എല്ലാവർക്കും. കട തിരഞ്ഞ് ഞങ്ങൾ നടന്നുകൊണ്ടേയിരുന്നു. അതായത് എന്തുമ്പോൾ സാധനം നമ്മൾ ആദ്യം ചോദിച്ചു. പക്ഷെ മുല്ലപ്പൂവാണ് കേട്ടോ, മറ്റേ മല്ലികപ്പൂവാണ്. ആ നല്ല രസമുണ്ട്, വാങ്ങണമെന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ വാങ്ങിയിട്ട് ഈ ചൂടത്ത് ബാഗിലിട്ട് വീടെത്തുമ്പോഴേക്കും ഒന്നിനും പറ്റില്ല പൊന്നൂസ്, നീ നടക്കാതെ നമുക്ക് വേണ്ടത് പറഞ്ഞു. 20 രൂപ എന്ന് പറഞ്ഞു. ആ കണ്ടോ ഒരു വെല്ലുമ്മാനെ കണ്ടോ, അയ്യോ എത്ര വയസ്സായെന്ന് അറിയോ, കച്ചവടം ചെയ്യാനാണ് തോന്നുന്നു ആ കടയിലിരിക്കുന്നു. നല്ല പ്രായമുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ ഒരു ഷോപ്പിൽ കയറി. പക്ഷെ ഇവിടെ നമുക്ക് ഫുഡൊന്നുമില്ല. ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കുക, സ്നാക്സ് തന്നെ കഴിക്കുക, എന്നിട്ട് ഇനിയിപ്പോൾ വീട്ടിൽ പോയിട്ട് ചോറ എന്തെങ്കിലും കഴിക്കുക, അങ്ങനെ അത് മതി എന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ വന്നിരുന്ന് കാളൻ പിന്നെ നൂഡിൽസ് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ആയിരുന്നു. ഇവിടുത്തെ കാളൻ ചിലപ്പോൾ നമുക്ക് പറ്റിയില്ലെങ്കിലോ എന്ന് പറഞ്ഞിട്ട് പൊന്നൂസിൻ്റെ അടുത്ത് അത് വേണ്ട, ചിലപ്പോൾ വാങ്ങിച്ചിട്ട് കഴിച്ചില്ലെങ്കിലോ നീ ഒരു കാര്യം ചെയ്യും, ഫ്രൈഡ് റൈസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവൾക്ക് ഒരു ഫ്രൈഡ് റൈസ് വാങ്ങിച്ചു കൊടുത്തു. ഇത് ബദാം മിൽക്കാണ് കേട്ടോ, ബദാം മിൽക്ക് ചൂടോടെ. അപ്പോൾ അവൾ ഇതുവരെ തണുത്ത ബദാം മിൽക്കേ കുടിച്ചുള്ളൂ. ഇത് എന്തപ്പോൾ ചായ എന്ന് പറഞ്ഞ് അത് കുടിച്ചു നോക്കി, പക്ഷെ അവൾക്ക് ഇഷ്ടമായില്ല. അപ്പോൾ അത് ഇക്ക കുടിച്ചു. എനിക്കൊരു നൂഡിൽസും വാങ്ങിച്ച്, അവൾക്കൊരു ഫ്രൈഡ് റൈസും വാങ്ങിച്ചു, ഇക്കൊരു കാളനും കഴിച്ചു കേട്ടോ. അപ്പോൾ നൂഡിൽസ് ഒന്നും എനിക്ക് കാര്യമായി പറ്റിയില്ല, അതൊക്കെ ഇക്കാക്ക് തന്നെ കൊടുത്തു. ഫ്രൈഡ് റൈസും അവൾ കുറച്ച് കഴിച്ച്, ബാക്കി ഇക്കാൻ്റെ വയറ് അങ്ങനെ നിറഞ്ഞു. മൂന്നാളും കൂടെ അത് ഷെയർ ചെയ്ത് കഴിച്ച് ഞങ്ങളുടെ മൂന്നാളുടെ വയറ് നിറഞ്ഞു. അങ്ങനെ ഞങ്ങളിതാ ഒരു ബദാം മിൽക്ക്, കൂളിംഗ് ആയ ഒരു ബദാം മിൽക്കും വാങ്ങിച്ച് ഒരു ചേച്ചി ഞങ്ങളെ നോക്കിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ കടയിൽ നിന്ന്. അങ്ങനെ ഇതാ ഇറങ്ങി. പിന്നെ ഇവിടെ വന്നാൽ ഇപ്പോൾ ഞാൻ പൊന്നൂസിന് ഒരു പാസരം വാങ്ങലുണ്ട് കേട്ടോ. പൊള്ളാച്ചി ടൗണിൽ വന്നാൽ ഇവിടുത്തെ
വെള്ളിയല്ല കല്ലുവെള്ളി. കാരണം നമ്മുടെ കയ്യിൽ ഇപ്പോൾ വെള്ളി വാങ്ങാനുള്ള പൈസ ഒന്നുമില്ല. അവൾക്ക് പിന്നെ പാസരങ്ങൾ ഇഷ്ടമല്ല, പക്ഷെ എനിക്ക് നല്ല ഇഷ്ടമാണ് അവൾ പാസരട്ട് കാണാൻ. അപ്പം ഞാനൊരു കല്ലുവെള്ളി പാദസരം വാങ്ങിച്ചു. 150 രൂപയായിരുന്നു. പക്ഷെ നല്ല സാധനമാണ്, കുറേ നിൽക്കും. അങ്ങനെ ഞങ്ങളിത് ആ ബസ്സൊക്കെ വന്ന് കയറി ഉള്ളിൽ പോയപ്പോഴാണ് അവൾക്ക് മാങ്ങ വേണമെന്ന് പറഞ്ഞ് മാങ്ങ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കുടിക്കാൻ വെള്ളമില്ല, അവൾ കൊണ്ടുവന്ന് വെള്ളം കഴിഞ്ഞു. അപ്പം ഞാൻ പോയി വാങ്ങിച്ചു. ഇക്ക ഇറങ്ങാന്ന് വിചാരിച്ചു, ഞാൻ ഇറങ്ങാന്ന് അതൊന്നും വേണ്ട ഞാൻ തന്നെ പോയി വാങ്ങണം എന്ന് പറഞ്ഞ് അവൾ വാശി പിടിച്ച് പോയി. പക്ഷെ ഞങ്ങൾക്ക് ടെൻഷനായിരുന്നു, ബസ് സ്റ്റാൻഡല്ലേ. പക്ഷെ അവള് നല്ല ശ്രദ്ധിച്ചിട്ട് തന്നെ വരുള്ളൂ. അവളോടൊന്നും പറയുന്നുണ്ട്, ഞാൻ ശ്രദ്ധിച്ചിട്ടേ വരുള്ളൂ, ടെൻഷൻ അടിക്കണ്ടെന്ന് പറഞ്ഞു. ബസ് എടുക്കാനായി എന്നുള്ള ടെൻഷനായിരുന്നു കേട്ടോ അവൾക്ക്. അങ്ങനെ നോക്കിയിട്ട് വാ എന്ന് പറയണിക്ക. അങ്ങനെ അവള് വെള്ളവും വാങ്ങിച്ച് എന്താ സംഭവം പറഞ്ഞ് തിരിഞ്ഞു നോക്കണേ. അങ്ങനെ വെള്ളം വാങ്ങിച്ച് അവളിതാ കയറി വന്ന് മാങ്ങ എവിടെ പോയാലും അവൾ വേണമെന്ന് പറയുന്ന രണ്ടാമത്തെ സാധനമാണ് ഈ ഉപ്പും മുളകും ഇട്ട മാങ്ങ. ഭയങ്കര ഇഷ്ടമാണ് ആൾക്ക്. അത് വാങ്ങിച്ചു കൊടുത്ത് ഞാൻ പറഞ്ഞു, പൊന്നൂസേ ബസ്സാണ് 1 മണിക്കൂർ ഇരിക്കണം, വയറ് വേദനിച്ച് പ്രശ്നമായ എനിക്കറിയില്ല. അതൊന്നും എനിക്ക് വരില്ല എന്ന് പറഞ്ഞ് അങ്ങനെ അതൊക്കെ കഴിച്ച് ഞങ്ങൾ ഇതാ വീണ്ടും പാലക്കാട് എത്തിയിരിക്കുകയാണ്. നല്ലൊരു ഉറക്കം ഉറങ്ങി, ഞാനല്ല അവര് രണ്ടാളും. അങ്ങനെ ഇതാ പാലക്കാട് എത്തി, നമ്മുടെ ഓട്ടോയിലെത്തി. ഇതാണ് നമ്മുടെ ഒരു കുഞ്ഞു യാത്രയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത്.